വയനാട്ടിൽ മഴയൊക്കെ കനത്തതോടുകൂടി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നുണ്ട്. നെന്മേനി, പാമ്പുംകുനി, ഉന്നതിയിലെ 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. മുത്തങ്ങ മന്മഥമൂല റോഡിൽ വെള്ളം കയറി. സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മരം കടപുഴകി വീണ് അല്പനേരം ഈ പ്രദേശത്ത് വൈദ്യുതിയൊക്കെ തടസ്സപ്പെട്ടിരുന്നു. പിന്നെ ഫയർഫോഴ്സ് ഒക്കെ എത്തി മരം മുറിച്ചു മാറ്റി വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൽപ്പറ്റ ജില്ലാ പോലീസ് ഓഫീസ് ജംഗ്ഷനിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നമുക്കൊപ്പം എം കമലാണ് വിവരങ്ങളുമായി ചേരുന്നത്. കമൽ, വയനാട് അതീവ ശ്രദ്ധ വേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള മുൻകരുതലുകളൊക്കെ സ്വാഭാവികമായും ജില്ലാ ഭരണകൂടം അടക്കം എടുക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്? ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? സുൽത്താൻ ബത്തേരി താലൂക്കിലെ നെന്മേനി അതുപോലെ നൂൽപ്പുഴ പഞ്ചായത്തുകളിലാണ് നിലവിൽ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. മുത്തങ്ങ നൂൽപ്പുഴ പഞ്ചായത്തിൽപ്പെട്ട മുത്തങ്ങ ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഈ മന്മഥൻമൂല റോഡിലാണ് വെള്ളം കയറി കിടക്കുന്നത്. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതിനപ്പുറത്ത് 3 ആദിവാസി ഉന്നതികളുണ്ട്. മുത്തങ്ങ LP സ്കൂളുണ്ട്. ആ ഭാഗമാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് കല്ലൂർ പുഴ കരകവിഞ്ഞത്. ഇതിന് അല്പം മാറി പുഴങ്കുനി ഉന്നതിയിലെ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും അല്പസമയമായി ഞാനിവിടെ എത്തിയതിനു ശേഷം ഇവിടെ മഴ പെയ്തിട്ടില്ല. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ആളുകളുള്ളത്. മറ്റു പല ഭാഗങ്ങളിലും മരം വീണ് ഗതാഗത തടസ്സമുണ്ട്. വൈദ്യുതി വിതരണം ജില്ലയിൽ ആകെ താറുമാറായ അവസ്ഥയിലാണ്. KSEB ജീവനക്കാർ 24 മണിക്കൂറും ശ്രമിച്ചിട്ടും പല സ്ഥലത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ജില്ലാ ആസ്ഥാനവും മറ്റ് നഗരങ്ങളിലും ഉൾപ്പെടെ പല ഭാഗത്തും വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയാണ്. ശരി, വയനാട്ടിലെ ഒരു പൊതു സാഹചര്യമാണ് കമൽ നമുക്ക് വിവരിച്ചു തന്നത്.